ഈ പറയപ്പെട്ട ബഹളത്തിൽ ഞാൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരാട്. പെണ്ണു തന്നെ, തവിട്ടു നിറം, നല്ല ചുറുചുറുപ്പുണ്ട്. അത് വെളുപ്പിനെ എന്റെ വീട്ടിൽ വന്ന് അടുക്കളയിൽ കയറി വല്ലതും പ്രാതൽ കഴിക്കും. എന്നിട്ട് പുരയ്ക്കകത്തു കടന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചവിട്ടി അവരെ ഉണർത്തി മുറ്റത്തിറങ്ങി രാത്രി വീണ പ്ലാവില് വളരെ ധൃതിയോടെ തിന്നു തുടങ്ങും. മുറ്റത്തിന്റെ അരികിലുള്ള പ്ലാവ് വൃദ്ധദശ കടന്നതാണ്. എങ്കിലും ചക്കകളുണ്ട്. എത്ര ആടുകൾക്ക് വേണമെങ്കിലും കൊടുക്കാൻ പ്ലാവിലയും ഉണ്ട്. ആട് പ്ലാവിലയെല്ലാം വേഗം തിന്നു തീർത്തിട്ട് മുറ്റത്തിന്റെ അരികിലുള്ള ചാമ്പമരത്തിന്റെ ചുവട്ടിലേക്ക് ചെല്ലും. അവിടെ വീണ് കിടക്കുന്ന ചാമ്പങ്ങ എല്ലാം തിന്നും. എന്നിട്ട് മുകളിലേക്ക് നോക്കും. ഇളം ചുവപ്പിൽ മുങ്ങിയ വലിയ മഞ്ഞുതുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ചാമ്പങ്ങ ഇരിഞ്ഞില് പോലെ കിടപ്പുണ്ട്. എന്തു ചെയ്യും? ആട് രണ്ടു പിൻകാലുകളിൽ ഉയർന്നു നിന്ന് താഴ്ന്ന കൊമ്പിലുള്ള ചാമ്പങ്ങ തിന്നാൻ നോക്കും. എത്തുന്നില്ല. ആരാണ് ചാമ്പമരത്തിന്റെ താഴ്ന്ന കൊമ്പുകൾ മുകളിലേക്ക് വലിച്ചു കെട്ടിയത്? അങ്ങനെ ഓർത്തു നിൽക്കുമ്പോൾ പഴുത്ത ഒരു പ്ലാവില വീഴും. ആട് മുറ്റത്തേക്ക് ഓടിച്ചെന്ന് അത് നക്കിയെടുത്തു രുചിയോടെ ചവച്ചു തിന്നും. അപ്പോഴേക്കും ഉമ്മയോ കുഞ്ഞുമ്മായോ ഐഷോമായോ ആനുമ്മായോ മുറ്റമടിക്കാൻ ചൂലുമായി വരും. ആട് ഓടി പുരയ്ക്കകത്തു കയറി അവിടെയൊക്കെ അങ്ങനെ പരതി നടക്കും. ഇതാരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെയെല്ലാം കയറുന്നു, എന്തെല്ലാം ചെയ്യുന്നു! എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾപ്പോരും കേൾവിയുമില്ലാത്ത ഒരു വീട്. ചാരുകസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എന്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാലസഖി, ശബ്ദങ്ങൾ എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിന്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാലസഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. മുൻകാലുകൾ കൊണ്ട് ചവിട്ടിയിട്ട് രണ്ടും മൂന്നും പേജുകളായി നക്കി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ചു തിന്നുകയാണ്. തിന്നട്ടെ, നല്ല ആടു തന്നെ. ശബ്ദങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഘോരഘോരമായ വിമർശന പീരങ്കി ഉണ്ടകൾ ഏറ്റ ചെറു പുസ്തകമാണ്. എങ്കിലും സംഗതി ഭീകരം. ആ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ? യാതൊരു സങ്കോചവുമില്ല. ബാല്യകാലസഖി അകത്തായി. ഉടനെ ശബ്ദങ്ങൾ തുടങ്ങി. 2 മിനിറ്റ് കൊണ്ട് മുഴുവനും സാപ്പിട്ടു. എന്നിട്ട് ആട് എന്റെ പുതപ്പ് തിന്നാൻ തുടങ്ങി. ഉടനെ ഞാൻ ചാടി ഇറങ്ങി ഓടിച്ചെന്നു. ഹേയ് അജസുന്ദരി, ഭവതി, ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിന്റെ കോപ്പി എന്റെ പക്കൽ വേറെയില്ല. എന്റെ പുസ്തകങ്ങൾ ഇനിയും വേറെയുമുണ്ട്. ഭവതിക്കതെല്ലാം വരുത്തി സൗജന്യമായി തരാം. എന്നിട്ട് ആടിനെ ഓടിച്ചു പുറത്തിറക്കി. അത് പ്ലാവിൻ ചുവട്ടിലേക്ക് ഓടി. അവിടെ 2-3 ഇലകൾ വീണ് കിടപ്പുണ്ട്. മൂപ്പത്തി അതെല്ലാം തിന്നുകയാണ്. ഞാൻ ഉമ്മയെ വിളിച്ചു ചോദിച്ചു, ആരതാണുമ്മ ഈ ആട്? ഉമ്മ പറഞ്ഞു, നമ്മുടെ പാത്തുമ്മയുടെ ആടാ. അതാണല്ലേ ഇതിനിത്ര സ്വാതന്ത്ര്യം. പാത്തുമ്മയുടെ ആടാണ്. സംഗതി വ്യക്തമായി. നേരം വെളുക്കുന്നതിനു മുമ്പ് പാത്തുമ്മ അതിനെ അഴിച്ചുവിടും. അവരെ മുറ്റോടിച്ച് ആ പെലവെല മുഴുവനും കളയണതിനു മുമ്പ് ചെന്നു തിന്ന് വയറു നിറ എന്റെ പൊന്നാടെ എന്ന് ഉപദേശിക്കും. ആട് നേരെ ചൊവ്വെ പബ്ലിക് റോഡിലൂടെ വീട്ടിലേക്ക് വരും. എന്നിട്ടാണല്ലേ മേട് കുശാൻ. ഈ ആടുകാരി പാത്തുമ്മ എന്റെ സഹോദരിയാണ്. അബ്ദുൽ ഖാദറിന്റെ നേരെ ഇളയത്. താമസിക്കുന്നത് 1.5 ഫർലോങ് അകലെ ചന്തയുടെ പിന്നിലാണ്. ഭർത്താവായ കൊച്ചുണ്ണിക്ക് കാലത്തെ ചായയും പലഹാരവും ഉണ്ടാക്കി കൊടുത്ത് കൊച്ചുണ്ണിയെ കച്ചവടത്തിന് പറഞ്ഞയക്കും. മൂപ്പർ പല കച്ചവടവും ചെയ്തു നോക്കി. എന്നിട്ടു കയർ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. കൊച്ചുണ്ണി പോയി കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വെച്ചിട്ട് തന്റെ കൊച്ചുമകൾ ഖദീജയുമായി പാത്തുമ്മ നേരെ ചൊവ്വെ വീട്ടിലേക്ക് വരും. വരുന്നത് ഒരു സ്റ്റൈലിലാണ്. വാലി പോലെ പിറകിൽ ഖദീജ. സ്വപ്നത്തിൽ എന്ന വണ്ണമാണ് പാത്തുമ്മയുടെ നടപ്പ്. വീട്ടിലെത്തിയാൽ വിധം മാറും. പാത്തുമ്മയുടെ ഒച്ച പൊന്തും. അതിനാവശ്യമുണ്ടല്ലോ. അവളാണ് ഉമ്മയുടെ മൂത്ത മകൾ. അതുകൊണ്ട് വീട്ടിൽ ലേശം അധികാരമൊക്കെ കൂടുതലുണ്ടാകുമല്ലോ. പാത്തുമ്മ വന്നു കയറിയപ്പോൾ ഞാൻ ശകലം ശ്രദ്ധിച്ചു. പാത്തുമ്മയുടെ ആടുണ്ട്, ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്, 2 നാത്തൂന്മാരുമുണ്ട്. എന്താണ് ഉണ്ടാവുക? പാത്തുമ്മ അകത്തു കടന്ന് അനിയത്തിയോടും
ഉമ്മയോടും നാത്തൂന്മാരോടുമായി ഒരൽപ്പം അധികാരത്തോടെ ചോദിച്ചു. വല്ലോരും എന്റെ ആടിന് കഞ്ഞോളം കൊടുത്തോ? ഉമ്മ പറഞ്ഞു, 100 കൂട്ടം പണിയുണ്ട്, നിന്റെ ഒരാട്. പാത്തുമ്മ നാത്തൂന്മാരോട് എന്തൊക്കെയോ ചോദിച്ചു. അനിയത്തിയെ ഒരൽപ്പം ശാസിച്ചു. എനിക്ക് നിന്നെ നന്നായിട്ടറിയാമെടി. അതിന് ആനുമ്മ എന്തു പറഞ്ഞെന്നറിഞ്ഞുകൂടാ. പാത്തുമ്മ ഉമ്മയോട് തന്റെ ജീവിത ക്ലേശങ്ങളെ പറ്റി പറഞ്ഞു. ഒട്ടും വളരെ സങ്കടങ്ങൾ. എന്നിട്ട് ഒരു വെച്ചിരുത്തലോടെ പ്രസ്താവിച്ചു, നിങ്ങളാരും ഒന്നും ചെയ്യണ്ട, എന്റെ ആട് പെരട്ടെ, അപ്പം കാണാം. പാത്തുമ്മയുടെ ആട് പ്രസവിക്കുമ്പോൾ പാത്തുമ്മ എന്താണ് മാലോകരോട് കാണിക്കാൻ പോകുന്നത്?